ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇസ്ലാം മതമൗലികവാദികൾ ഭൂരിപക്ഷമായാൽ പിന്നീട് ആ രാജ്യത്തിൽ എന്ത് സംഭവിക്കും എന്നതിന് ഉദാഹരണമാണ് നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ. ബംഗ്ലാദേശിലെ ഭൂരിപക്ഷം പേരും ഇസ്ലാം മത വിശ്വാസികളാണെങ്കിലും വളരെ ചെറിയ ശതമാനം പേർ ഹൈന്ദവരും ക്രൈസ്തവരും അടക്കമുള്ള മറ്റു മതസ്ഥരാണ്. ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ ദുർഗപൂജയോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്രകൾക്ക് നേരെ അവിടുത്തെ ഒരു വിഭാഗം ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ആക്രമണങ്ങളിൽ ചില ഹൈന്ദവർ കൊല്ലപ്പെടുകയും അവരുടെ ചില ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു. ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന് സമീപം ഖുറാൻ കൊണ്ടുപോയി ഇട്ട ശേഷം ഹിന്ദുക്കളാണത് ചെയ്തത് എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. കലാപത്തിന് ആസ്പദമായി ആദ്യ സംഭവം നടന്നത് ഒക്ടോബർ 12 അർദ്ധരാത്രിയാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ കൂമിലയിലെ ദുർഗപൂജ പന്തലിൽ കയറി കൂടിയ ഇക്ബാൽ ഹുസൈൻ എന്നയാൾ ഹനുമാൻ വിഗ്രഹത്തിന്റെ കാൽച്ചുവട്ടിൽ ഒരു ഖുറാൻ കൊണ്ടുചെന്ന് വെച്ചുവത്രേ. അതിന്റെ ചിത്രങ്ങളെടുത്ത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അടുത്ത ദിവസം പുലർച്ചെ പന്തലിൽ വിഗ്രഹത്തിനൊപ്പം ഖുറാൻ കണ്ട് പരിഭ്രമിച്ച ഹൈന്ദവർ ഉടനെ അക്കാര്യം പോലീസിനെ വിളിച്ചറിയിച്ചു. പോലീസ് എത്തി ഖുറാൻ നീക്കിയെങ്കിലും പന്തലിന് ചുറ്റും പ്രകോപിതരായി തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിൽ ഒരാളെ അവിടെ നടന്ന സംഭവങ്ങളുടെ ഫേസ്ബുക്ക് ലൈവ് ചെയ്യാൻ അനുവദിച്ചു. ആ ഫേസ്ബുക്ക് ലൈവിലൂടെ ഖുറാനെ അപമാനിച്ച ഹൈന്ദവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന ആഹ്വാനം അയാൾ നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതിനെ തുടർന്ന് പോലീസ് പോയതിനു ശേഷം ചില മതമൗലികവാദികൾ വന്ന് പന്തൽ ആക്രമിക്കുകയും വിഗ്രഹങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. തുടർന്ന് പുറമേ നിന്ന ഹൈന്ദവരെ കൂട്ടം കൂടി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് ബംഗ്ലാദേശിൽ ഉടനീളം ഹിന്ദുക്കൾക്കെതിരായ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പലയിടത്തും ക്ഷേത്രങ്ങളും പൂജാ പന്തലുകളും ആക്രമിക്കപ്പെട്ടു. ഹൈന്ദവരുടെ വീടുകൾ തെരഞ്ഞുപിടിച്ച് മതമൗലികവാദികൾ കൊള്ളയടിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ആക്രമണങ്ങളും പന്തൽ ആക്രമണങ്ങളും രാജ്യത്തിന്റെ പലയിടത്തേക്കും വ്യാപിച്ചു. അതിനു പുറമെ ചിലയിടങ്ങളിൽ ഹൈന്ദവരുടെ കച്ചവട സ്ഥാപനങ്ങൾ തകർക്കുകയും ഹൈന്ദവ സ്ത്രീകളുടെ ആഭരണങ്ങൾ പിടിച്ചുപറിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു കൂട്ടം മതമൗലികവാദികൾ ഇസ്കോൺ ക്ഷേത്രം ആക്രമിക്കുകയും അവിടുത്തെ സാധുവിനെയും അവിടുത്തെ ഒരു ഭക്തനെയും അടിച്ചു കൊല്ലുകയും ചെയ്തു എന്നുമാണ് റിപ്പോർട്ടുകൾ. ആക്രമണം മുൻകൂട്ടി കണ്ട് ഇസ്കോൺ അധികാരികൾ രാവിലെ മുതൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആക്രമണം കഴിയും വരെ പോലീസ് എത്തിയില്ല എന്നും പറയപ്പെടുന്നു. ഹിന്ദു, ക്രിസ്ത്യൻ, ജൂത, ബുദ്ധ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ വിവേചനം നേരിടുന്നു എന്ന് ഇരവാദം ഉന്നയിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ന്യൂനപക്ഷമായിരിക്കുന്ന സ്ഥലങ്ങളിൽ മതേതരത്വത്തിന്റെ വക്താക്കളായി മാറി ന്യൂനപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളും അനുഭവിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളായ ഇത്തരം മതമൗലികവാദികൾ അവർ ഭൂരിപക്ഷമായ രാജ്യങ്ങളിൽ മറ്റു മതസ്ഥരോട് ചെയ്യുന്ന കാര്യങ്ങൾ ഏവരുടെയും കണ്ണ് തുറപ്പിക്കേണ്ടത് തന്നെയാണ്. ഇനി കേരളത്തിലേക്ക് മടങ്ങാം. പതിവ് പോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഭയപ്പെടുന്ന കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്തകളും മലയാളികൾ അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി. അവർ ശബ്ദിക്കണമെങ്കിൽ ഇതൊക്കെ അങ്ങ് പാലസ്തീനിൽ നടക്കണം എന്നത് മലയാളികൾ ഈ വേളയിൽ ഓർത്തുവെക്കുക.